നമ്മുടെ റെസ്പിറേഷൻ ആൻഡ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മിക്കവാറും എല്ലാ കുട്ടികൾക്കും പ്രശ്നം വരുന്നത്, എല്ലാവരും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളുടെ ക്രെബ് സൈക്കിൾ. ശരിക്കും പറയുകയാണെങ്കിൽ ക്രെബ് സൈക്കിൾ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ തന്നെ ഒരു ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് മാർക്ക് ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പോൾ ഈ ക്രെബ് സൈക്കിളിനൊന്ന് ഇഷ്ടത്തോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടിരുന്ന ക്രെബ് സൈക്കിൾ ഇതോടുകൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സോ ആദ്യം നമ്മൾ എന്താണ് ക്രെബ് സൈക്കിൾ എന്ന് മനസ്സിലാക്കണം. നമ്മൾ റെസ്പിറേഷൻ പറഞ്ഞപ്പോൾ, റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പറഞ്ഞു 2 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മളുടെ എയ്റോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോലൈസിസ്. ഗ്ലൈക്കോലൈസിസ് എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ്. ഗ്ലൂക്കോസിനെ നമ്മൾ എന്താക്കി മാറ്റും, ഗ്ലൂക്കോസിനെ നമ്മൾ 2 മോളിക്യൂൾ ഓഫ് പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും അല്ലേ, പൈറൂവിക് ആസിഡ്. ആൻഡ് ഇതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞു ദിസ് ഇസ് ആൻ ഇൻകംപ്ലീറ്റ് പ്രോസസ്സ്. ഇതൊരു കംപ്ലീറ്റ് പ്രോസസ്സ് അല്ല. ഇതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് ആരാ ഉണ്ടായത്, പൈറൂവിക് ആസിഡാണ് ഉണ്ടായത്. ഈ പൈറൂവിക് ആസിഡിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം, എനർജി ഉണ്ടാക്കണം അല്ലേ. പ്ലസ് നമുക്കറിയാം നമ്മൾ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താ, റെസ്പിറേഷൻ്റെ സമയത്ത് ഓക്സിജൻ എടുക്കും, പുറത്തേക്ക് എന്തൊക്കെ വിടുക, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും, വാട്ടർ ഉണ്ടാകും, പ്ലസ് എനർജി ഉണ്ടാവും. സോ നമ്മളുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും, വാട്ടർ ഉണ്ടാക്കും, പ്ലസ് എനർജി ഉണ്ടാക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടണം അല്ലേ. ഇപ്പോൾ ഇവിടെ എന്തായി, ഇപ്പോൾ ഇവിടെ എനർജിയും കിട്ടിയിട്ടില്ല, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. നമുക്കതൊക്കെ ഇനി ഉണ്ടാക്കണം. കാരണം ഗ്ലൈക്കോലൈസിസ് ഒരു ഇൻകംപ്ലീറ്റ് പ്രോസസ്സാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ക്രെബ് സൈക്കിളിലൂടെ ഇതിൻ്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ചെയ്യാൻ പോവാണ്. സോ വാട്ട് ഈസ് ക്രെബ് സൈക്കിൾ? ക്രെബ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറൂവിക് ആസിഡ്. ഓക്കെ, കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറൂവിക് ആസിഡ്. പൈറൂവിക് ആസിഡിനെ ഗ്ലൈക്കോലൈസിസ് നടന്ന് നമുക്ക് കിട്ടിയ ആ പൈറൂവിക് ആസിഡിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ പോവാം. അപ്പോൾ എന്താണ് ഈ ഓക്സിഡേഷൻ? നമ്മൾ പറയാറുണ്ട് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓക്സിഡേഷനാണ്. ആൻഡ് ആക്സെപ്ഷൻ ഓഫ് ഹൈഡ്രജൻ എന്താണ്, നമ്മൾ പറയും അത് റിഡക്ഷനാണ്. സോ ഇവിടെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറൂവിക് ആസിഡ് ബൈ ദ സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓരോ സ്റ്റെപ്പിലായിട്ട് നമ്മൾ ഹൈഡ്രജൻ ആറ്റംസ് റിമൂവ് ചെയ്യും. അപ്പോഴെന്തുണ്ടാവുന്നുണ്ട്, ആ ഹൈഡ്രജൻ ആറ്റംസിനെ റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ഫോം ചെയ്യുന്നുണ്ട്. Okay, so complete oxidation of pyruvic acid by the stepwise. ഓരോ സ്റ്റെപ്പിലാണ്, ഒറ്റയടിക്ക് ആ കംപ്ലീറ്റ് ഹൈഡ്രജൻ നമ്മൾ റിമൂവ് ചെയ്യില്ല. സ്റ്റെപ്പായിട്ടാണ് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നത്. സ്റ്റെപ്പ് വൈസ്. ഓക്കെ, ബൈ ദി സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് hydrogen atoms leaving 3 molecule of carbon dioxide. അങ്ങനെ ഓരോ ഹൈഡ്രജൻ ആറ്റംസിനെ റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് ലാസ്റ്റ് എന്തുണ്ടാവും, നമുക്ക് 3 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി കിട്ടും. ഓക്കെ, എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഈ ഹൈഡ്രജൻ ആറ്റംസിനെ റിലീസ് ചെയ്തിട്ട് എന്താണെന്ന് അറിയാൻ ഉണ്ടാവുക, നമ്മളുടെ ഈ പൈറൂവിക് ആസിഡിന് ഓരോ സ്റ്റെപ്പിൽ നമ്മൾ ഓരോ ഹൈഡ്രജൻ ആറ്റംസ് റിമൂവ് ചെയ്യുമ്പം ആ ഹൈഡ്രജൻ ആറ്റംസിനെ ആര് റിസീവ് ചെയ്യും, ഈ ഒരു റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റംസിനെ. ഇങ്ങനെ റിമൂവ് ചെയ്ത ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവില്ലേ, അതിനെ നമ്മളുടെ NAD+ റിസീവ് ചെയ്യും. റിസീവ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, NADH2 ഫോം ചെയ്യും. ദാറ്റ് ഈസ് എൻ എനർജി റിച്ച് കോമ്പൗണ്ട്. അപ്പോൾ ഓരോ സമയത്ത് നമ്മൾ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ NADH2 ഫോം ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ലീവ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ ക്രെബ് സൈക്കിളിലേക്ക് പോവാം. എന്തൊക്കെയാണ് ക്രെബ് സൈക്കിളിൽ നടക്കുന്നത്? സോ ഫസ്റ്റ് എന്താ, പൈറൂവിക് ആസിഡാണ് ഉള്ളത്. ആൻഡ് ഈ പൈറൂവിക് ആസിഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ദിസ് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട് അല്ലേ. പൈറൂവിക് ആസിഡ് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. 3 കാർബൺ മോളിക്യൂളുള്ള ഒരാളാണ്
പൈറുവിക് ആസിഡ്. ഈ പൈറുവിക് ആസിഡിൽ നിന്ന് നമ്മൾക്ക് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യണം അല്ലേ? ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുമ്പോൾ അത് ആര് വാങ്ങിക്കും? NAD+ വാങ്ങിക്കും. എന്നിട്ട് NADH2 ഉണ്ടാകും. സോ ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുമ്പം അത് NAD+ റിസീവ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? NADH2 ഫോം ചെയ്യും. ഇത് ഫോം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്തുനിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇതിനകത്തുനിന്നൊരു കാർബൺ പോയി കഴിഞ്ഞാൽ 3 കാർബൺ എന്തായിട്ട് മാറണം? 2 കാർബൺ ആയിട്ട് മാറണം. ഇതേ സമയം തന്നെ ഇവിടേക്ക് ഒരു കോ എൻസൈം A ആഡ് ചെയ്യപ്പെടും, ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, എന്നിട്ട് ഇത് എന്ത് ഫോം ചെയ്യുന്ന അറിയാവോ? ദിസ് ഫോം എസറ്റൈൽ കോ എൻസൈം A. ഈ കോ എൻസൈം A ആണ് ഇവിടെ ഇതിന് കിട്ടിയത്. ഓക്കെ, ഇത് 3 കാർബൺ ആയിരുന്നു. ഇവിടുന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയത് കൊണ്ട് ദിസ് ഇസ് നൗ 2 കാർബൺ. ഇങ്ങനെയുള്ള ഈ 2 കാർബൺ മോളിക്യൂള് എന്ത് ചെയ്യുന്ന അറിയാവോ? നമ്മളുടെ ഒരു കോമ്പൗണ്ട് ഓക്സാലോ അസിറ്റിക് ആസിഡുമായിട്ട് ചേരും. ഒരു ഓക്സാലോ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന 4 കാർബൺ ആയിട്ട് ചേരും. ഓക്സാലോ അസിറ്റിക് ആസിഡ്. അപ്പോൾ ഈ ഓക്സാലോ അസിറ്റിക് ആസിഡായിട്ട് ഇപ്പോൾ 4 കാർബണും 2 കാർബണും കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രിക് ആസിഡ് ഫോം ചെയ്യും. സിട്രിക് ആസിഡ്. ദിസ് ഇസ് എ 6 കാർബൺ കോമ്പൗണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളിവിടെ ആലോചിക്കേണ്ട 2 പേരുണ്ട്. അവരാരൊക്കെയാണെന്ന് അറിയാവോ? ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന ആൾക്കാർ. ഈ അസറ്റൈൽ കോഎൻസൈം A ഓക്സാലോ അസിറ്റിക് ആസിഡായിട്ട് ചേർന്നിട്ട് സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് സിട്രേറ്റ് സിന്തേസ്. സിട്രേറ്റ് സിന്തേസ്. അതുപോലെ പൈറുവിക് ആസിഡിൽ നിന്ന് നമ്മളുടെ അസറ്റൈൽ കോഎൻസൈം A ഫോം ചെയ്യുന്ന ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഈ 2 എൻസൈംസിൻ്റെ പേര് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുകൊണ്ട് നമ്മളിവരെ ആലോചിക്കണം. ഓക്കെ, സോ ഈ 2 എൻസൈംസ് ആലോചിക്കാം. ഇപ്പോൾ എന്ത് ഫോം ചെയ്തു? 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രിക് ആസിഡ് ഫോം ചെയ്തു. ഇനി ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ്. ഓക്കെ, അപ്പം ഈ സിട്രിക് ആസിഡിൽ നിന്ന് എന്ത് പോകുമെന്ന് അറിയാവോ? ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോകും. ഇവിടെ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോകും. അപ്പോൾ ഇതെന്തായി? ഈ 6 കാർബൺ ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറണം. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്ന അതേ സമയത്ത് തന്നെ ഒരു H+, നമ്മൾ സ്റ്റെപ്പായിട്ട് ഹൈഡ്രജൻ ആറ്റംസിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇവിടുന്ന് എന്ത് ചെയ്യും? ഒരു H+നെ വീണ്ടും റിമൂവ് ചെയ്യും. അത് NAD+ വാങ്ങിക്കും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? NADH2 ഫോം ചെയ്യും. സോ സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇവിടെ ഒരു റിമൂവ് ചെയ്തു, അപ്പോൾ തന്നെ ഒരു കാർബൺ ഡൈ ഓക്സൈഡും പോയി. ഇവിടെ റിമൂവ് ചെയ്തു, എഗെയിൻ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയി. അപ്പോൾ 6 കാർബൺ എന്തായിട്ട് മാറി? ഒരു 5 കാർബൺ കോമ്പൗണ്ട്. ദാറ്റ് ഈസ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഇത് എക്സാമിന് എപ്പോഴും ലേബൽ ചെയ്യാൻ ചോദിക്കുന്ന പേരുകളാണ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. നൗ ദിസ് ഇസ് എ 5 കാർബൺ കോമ്പൗണ്ട്. ഇതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യും. സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പോൾ എന്താ? ഇവിടെ നിന്ന് വീണ്ടും ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുമ്പോൾ അത് NAD+ വാങ്ങിക്കും. എന്നിട്ട് NADH2 ഫോം ചെയ്യും. NADH2 ഫോം ചെയ്യുന്ന അതേ സമയം തന്നെ ഒരു കാർബൺ ഡൈ ഓക്സൈഡും പോകും. ഇപ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പോയി നോക്കിക്കേ? 1, 2, 3. നമ്മൾ ക്രെബ് സൈക്കിളിൻ്റെ ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്? സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ലീവിങ് 3 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യില്ല. ഓക്കെ, സോ ഈ 5 കാർബൺ എന്തായിട്ട് മാറി? 4 കാർബൺ ആയി. അതേസമയം ഇവിടെ ഒരു കോ എൻസൈം A ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് നൗ ദിസ് ഇസ് എ സക്സിനൈൽ കോ എൻസൈം A. സക്സിനൈൽ കോ എൻസൈം A. അപ്പോൾ 5 കാർബണിൽ നിന്നൊരു കാർബൺ ഡൈ ഓക്സൈഡ് പോയപ്പം നൗ ദിസ് ഇസ് എ 4 കാർബൺ കോമ്പൗണ്ട്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് പോവില്ല, കാരണം ദേ 4 കാർബൺ. ഇനി എവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് പോവില്ല കേട്ടോ. ഇനി ഇതിൽ നിന്ന് എന്ത് പോവും? ഇതിൽ നിന്ന് നമ്മളുടെ സക്സീനിക് ആസിഡ് ഫോം ചെയ്യും. സക്സീനിക് ആസിഡ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അതായത് സക്സിനൈൽ കോഎൻസൈം Aയിൽ നിന്ന് സക്സീനിക് ആസിഡ് ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു GTP ഫോം ചെയ്യുന്നുണ്ട്.
നമ്മൾ ATP പറയാറില്ലേ, അതേപോലെ എഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ATP എങ്കിൽ ഗ്വാനോസിൻ വേറൊരു നൈട്രോജനസ് ബേസ് ആണ് അല്ലേ, ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, സോ ഇവിടെ GDPയിൽ നിന്ന് GTP ഫോം ചെയ്യും, എനർജിയാണ്. ഓക്കെ, ദെൻ സക്സീനിക് ആസിഡിന് പിന്നെ എന്ത് സംഭവിക്കുന്ന അറിയാവോ? സക്സീനിക് ആസിഡിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്, ഇത് കുറച്ച് താഴോട്ടേക്ക് എഴുതട്ടെ മിസ്, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. സക്സീനിക് ആസിഡ്, ഈ സക്സീനിക് ആസിഡിൽ നിന്ന് പിന്നെ ആര് ഫോം ചെയ്യും? മാലിക് ആസിഡ് ഫോം ചെയ്യും, മാലിക് ആസിഡ്. ഇവിടെയും എന്തോ ഒന്ന് ഫോം ചെയ്യുന്നുണ്ട്. സക്സീനിക് ആസിഡിൽ നിന്ന് മാലിക് ആസിഡ് ഫോം ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യും. ആ ഹൈഡ്രജൻ ആറ്റത്തിന് ആര് റിസീവ് ചെയ്യും? FAD+ റിസീവ് ചെയ്തിട്ട് വേറൊരു എനർജി റിച്ച് കോമ്പൗണ്ട് ഉണ്ടാക്കും, ദാറ്റ് ഈസ് FADH2 ഉണ്ടാക്കും. ഓക്കെ, ഇനി ഈ മാലിക് ആസിഡ്, ഇതും 4 കാർബൺ ആണ്, ഇവിടെ ഒന്നും കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ടില്ല, ഇതൊക്കെ 4 കാർബൺ ആണ്. ഇതിൽ നിന്നാണ് ഓക്സാലോ അസിറ്റിക് ആസിഡ് ഉണ്ടാവുന്നത്. ഈ ഓക്സാലോ അസിറ്റിക് ആസിഡ് മാലിക് ആസിഡിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഇവിടെയും വീണ്ടും ഒരു H+ റിമൂവ് ചെയ്യും, അത് NAD+ വാങ്ങിക്കും, എന്നിട്ട് NADH2 ഉണ്ടാകും. കഴിഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് അതിനെ എന്ത് ചെയ്തു? ഓക്സിഡൈസ് ചെയ്തു. സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. എവിടേക്കാണ് ഹൈഡ്രജൻ ആറ്റംസ് റിമൂവ് ചെയ്തേ നോക്കിക്കേ. ഇവിടെ ഫസ്റ്റ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം, അവിടെ ഒരു NADH2 ഉണ്ടായി. ദെൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്തു, ഒരു NADH2 ഉണ്ടായി. എഗെയിൻ ഹൈഡ്രജൻ ആറ്റം ഇസ് റിമൂവ്ഡ്, NADH2 ഉണ്ടായി. എഗെയിൻ ഹൈഡ്രജൻ ആറ്റം ഇസ് റിമൂവ്ഡ്, FADH2 ഉണ്ടായി. ഹിയർ അഗെയിൻ ഹൈഡ്രജൻ ആറ്റം ഇസ് റിമൂവ്ഡ്, NADH2 ഉണ്ടായി. സോ സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. എന്നിട്ട് എത്ര മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടായത്? 3 മോളിക്യൂൾ. ആദ്യം ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ്, ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ്, ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. എവിടെയൊക്കെ കാർബണിൻ്റെ എണ്ണം കുറയുന്നോ, ആദ്യം 3 കാർബൺ ആയത് 2 കാർബൺ ആയി, ഇത് രണ്ടും കൂടി ചേർന്നിട്ട് 6 ആയി, 6 പിന്നെ 5 ആയി, 5 പിന്നെ 4 ആയി. എവിടേക്ക്? ആദ്യത്തെ 3 NADH2 റിമൂവ് ചെയ്യുന്ന സമയത്തും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ആദ്യം ഇവിടെ NADH2 ഫോം ചെയ്തു, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, NADH2 കാർബൺ ഡൈ ഓക്സൈഡ്, NADH2 കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇനി നമ്മൾ ആരൊക്കെയാണ്? FADH2 ഫോം ചെയ്യുന്നുണ്ടായിരുന്നല്ലേ. സോ ഇവിടെ ഒരു FADH2 ആണ്, ആൻഡ് ഇവിടെ ഒരു GTP ഫോം ചെയ്യുന്നുണ്ട്. ഹിയർ ഇസ് എ GTP, ഇവിടെ FADH2 ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ നമ്മളുടെ ക്രെബ് സൈക്കിൾ. ആൻഡ് ഇതിന് എന്തുകൊണ്ടാണ് ക്രെബ് സൈക്കിൾ എന്ന് പറയാൻ കാരണം, ഇത് നമ്മളുടെ ഈ ഒരു പാത്വേ ഇല്യൂസിഡേറ്റ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഹാൻസ് ക്രെബ്. ഹാൻസ് ക്രെബ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു പാത്വേ ട്രേസ് ചെയ്തത്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? നമ്മൾ ഗ്ലൈക്കോലൈസിസ് സൈറ്റോപ്ലാസത്തിലാണ്. ഈ ഒരു റിയാക്ഷൻ ക്രെബ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലാണ്. മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സ് എവിടെയാണ്? ഈ മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് മിസ് കരുതുന്നത്. അറിയാത്തൊരു വിഷമിക്കേണ്ട. ഇതാണ് നമ്മളുടെ മൈറ്റോകോൺഡ്രിയ അല്ലേ, ദിസ് ഇസ് ഔട്ടർ മെംബ്രെയിൻ, ഇതാണ് ഇതിൻ്റെ ഇന്നർ മെംബ്രെയിൻ, ഇതാണ് ഇന്നർ മെംബ്രെയിൻ. ഈ ഉള്ളിലുള്ള സ്പേസിനെയാണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ക്രെബ് സൈക്കിൾ നടക്കുന്നത്. ഓക്കെ, ഇവിടെ വെച്ചിട്ടാണ് ക്രെബ് സൈക്കിൾ നടക്കുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി ഉള്ളത്, ഈ ഒരു റിയാക്ഷനെ പൈറൂവിക് ആസിഡ് എസറ്റൈൽ കോഎൻസൈം A ആയിട്ട് മാറുന്ന റിയാക്ഷനെ നമ്മൾ പറയാറുണ്ട് ലിങ്ക് റിയാക്ഷൻ. ഇതിനെ ലിങ്ക് റിയാക്ഷൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഗേറ്റ് വേ റിയാക്ഷൻ എന്ന് പറയാറുണ്ട്. ഗേറ്റ് വേ സ്റ്റെപ്പ്, ലിങ്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ഗേറ്റ് വേ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൈറൂവിക് ആസിഡിൽ നിന്ന് എസറ്റൈൽ കോഎൻസൈം A ഉണ്ടാവുന്ന റിയാക്ഷനാണ്. കാരണം എന്താണ്? ഇത് നമ്മളുടെ ഗ്ലൈക്കോലൈസിസിൻ്റെ പ്രൊഡക്റ്റ് ആണല്ലേ. ഇതിൽ നിന്ന് എന്താണ് ഉണ്ടാവുന്നത്? ക്രെബ് സൈക്കിളാണ്. സോ ഗ്ലൈക്കോലൈസിസിനെയും ക്രെബ് സൈക്കിളിനെയും കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ലിങ്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗേറ്റ് വേ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഗേറ്റ് വേ സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ആരൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. പൈറൂവിക് ആസിഡ്, നമുക്കതിനെ വേറൊരു കളർ വെച്ച് കാണിക്കുവാണെങ്കിൽ, ഓക്കെ, ഇവിടെ ആരുണ്ടാവുന്നുണ്ട്? പൈറൂവിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കണു, അല്ലെങ്കിൽ നമുക്ക് വേറെ കളർ എടുക്കാം. സോ പൈറൂവിക് ആസിഡിൽ നിന്ന് എസറ്റൈൽ കോഎൻസൈം A, then comes citric acid, then alpha ketoglutaric acid, succinyl coenzyme A, succinic acid, then malic acid, oxaloacetic acid.
ഓക്കെ, ഈ ആൾക്കാരുടെ പേരുകളും എവിടേക്ക് എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കുന്നതെന്ന് ഒരു തവണ നിങ്ങൾ മനസ്സിലാക്കി എഴുതി കഴിഞ്ഞാൽ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് വന്നിട്ടുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. യെസ്, ഇതിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, the figure shown the pathway of tricarboxylic acid cycle given below. Name the compound present ABCD. ABCD compounds എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്രെബ് സൈക്കിളിൽ തന്നെ വേറെ പേരാണ് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ TCA സൈക്കിൾ. ഇതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നും പറയാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാവുന്ന സിട്രിക് ആസിഡ്, ഓക്കെ, സിട്രിക് ആസിഡിൽ 3 കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മളോട് കോമ്പൗണ്ടിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ പൈറുവിക് ആസിഡ്, എസറ്റൈൽ കോഎൻസൈം എ. എസറ്റൈൽ കോഎൻസൈം എ 2 കാർബൺ ആണ് അല്ലേ. ഇവിടെ നമുക്ക് 6 കാർബൺ പ്രോഡക്റ്റ് ആണ് വേണ്ടത്. ആരുമായിട്ടാണ് ചേരുന്നത്? 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഓക്സാലോ എസിറ്റിക് ആസിഡുമായിട്ട് ചേരും. ഓക്സാലോ എസിറ്റിക് ആസിഡുമായിട്ട് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രിക് ആസിഡ് ഉണ്ടാകും. 6 സിട്രിക് ആസിഡ്. ഈ സിട്രിക് ആസിഡിൽ നിന്നൊരു കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ട് ഈ ഒരു സൈക്കിളിലുള്ള ഒരേ ഒരു 5 കാർബൺ കോമ്പൗണ്ടാണ് നമ്മളുടെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഇവിടെ നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം, ഒരേ ഒരു 6 കാർബൺ കോമ്പൗണ്ടാണ് സിട്രിക് ആസിഡ്, ഒരേ ഒരു 5 കാർബൺ കോമ്പൗണ്ടാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. 4 കാർബൺ ഒരുപാട് പേരുണ്ട്. എസറ്റൈൽ കോഎൻസൈം 2 കാർബൺ ആണ്. ദെൻ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്ന് സക്സീനിക് ആസിഡ്. സക്സീനിക് ആസിഡിൽ നിന്ന് ഇവിടെ ആരൊക്കെ ഉണ്ടാവുന്നുണ്ട്? സക്സീനിക് ആസിഡിൽ നിന്ന് നമ്മളുടെ ഓക്സാലോ അസിറ്റിക് ആസിഡിൻ്റെയും സക്സീനിക് ആസിഡിൻ്റെയും നടുവിൽ ഉണ്ടാവുന്ന ആൾ മാലിക്കാണ്. ദാറ്റ് ഈസ് മാലിക് ആസിഡ്. ഇവരെ 4 പേരെയാണ് അധികവും ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടെടുത്ത് തരാറ്, നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. സോ ക്രെബ് സൈക്കിൾ നന്നായിട്ട് മനസ്സിലാക്കി വരച്ച് പഠിക്കുക. എന്തായാലും എക്സാമിന് വരുന്നതാണ്. വളരെ സിമ്പിളാണ്. ഓരോ സ്റ്റെപ്പും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറുവിക് ആസിഡ് ബൈ ദ സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ലീവിങ് 3 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ.